ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽമോറമയ്ക്ക് സമീപമുള്ള, അതായത് ഉത്തരാഖണ്ഡിലെ അൽമോറമയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമമായ കാസർദേവി ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമം വളരെ പ്രശസ്തമാണ്. ഈ ഗ്രാമം അറിയപ്പെടുന്നത്, ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദേവീക്ഷേത്രമില്ലേ, ഈ ദേവീക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കാസർദേവി ക്ഷേത്രം എന്നാണ് ഈ ദേവീക്ഷേത്രത്തിന് പറയുന്നത്. ഈ പേര് തന്നെയാണ് ഈ ഗ്രാമത്തിനുള്ളത്. ആ ഗ്രാമത്തിന്, ഈ ദേവീക്ഷേത്രത്തിന്റെ പേര് തന്നെയാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ 2-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മളിപ്പോൾ ഈ കൂടുതൽ പ്രശസ്തമാവാൻ കാരണം, ഏതെങ്കിലും ഒരു സ്ഥലം കൂടുതൽ പ്രശസ്തമാവാൻ കാരണം, ഏതെങ്കിലും ഒരു പ്രശസ്തമായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തി അവിടെ സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന നേരത്താണ് അത് കൂടുതൽ അറിയപ്പെടുന്നത്. അത് കണക്ക് തന്നെ ഇവിടുത്തെ കാര്യവും. ഈ സ്വാമി വിവേകാനന്ദൻ, അതായത് എനിക്കറിയാൻ കഴിഞ്ഞത് 1890-കളിൽ സ്വാമി വിവേകാനന്ദൻ ഇവിടെ വരികയും ഇവിടെ ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സ്ഥലം കൂടുതൽ ആളുകളിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദന്റെ ഡയറി കുറിപ്പുകളിലൊക്കെ ഈ ക്ഷേത്രത്തിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദ ടിബറ്റൻ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന ബുക്കിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്ഥലം മറ്റ് പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹിപ്പി ഹിൽ അല്ലെങ്കിൽ ക്രാക്സ് റിഡ്ജ് എന്നൊക്കെ പറയുന്ന പേരുകളിലൊക്കെ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഈ സ്ഥലം, ഈ ദേവീക്ഷേത്രം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണ്. ഈ ദേവീക്ഷേത്രത്തിന് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്, ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നല്ല ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് തരുന്ന ഒരു ദേവിയാണ്. നമുക്ക് അറിയാൻ പറ്റും. നമ്മളെല്ലാ അമ്പലങ്ങളിലും ചെന്ന് പ്രാർത്ഥിച്ചാലും അവിടെ എല്ലാം നമ്മൾ ദൈവം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് പ്രാർത്ഥന സങ്കടങ്ങളും നമ്മളെ കാര്യങ്ങളെല്ലാം പറയാനുള്ള ഒരു ഇതായിട്ടുണ്ട്, ഒരു കൺസെപ്റ്റാണ്. അപ്പം ദൈവം നമ്മളെ ആഗ്രഹങ്ങൾക്ക് സാധിച്ച് തരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കണക്ക് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരും വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രം ഇവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ ഉത്സവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ കാർത്തിക പൗർണമി, അതായത് നവംബർ ഡിസംബർ ആ മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം ഇവരാഘോഷിക്കുന്നത്. പിന്നെ ഉത്തരാഖണ്ഡിലെ അൽമോറമയ്ക്ക് സമീപത്തുള്ള ഒരു ഗ്രാമമാണ് ഈ കാസർദേവി എന്ന് പറയുന്നത്. ഈ കുമയൻ ഹിമാലയത്തിലെ കഷായ കുന്നുകളിലൂടെ എന്ന് പറഞ്ഞാൽ അൽമോറയിലെ ബാഗേശ്വർ ഹൈവേയിൽ നിന്ന് ഒരു കുന്നിൻ മുകളിലാണ് കാസർദേവി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അൽമോറയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ കാൽനടയിലൂടെ നടന്നു വരാനാണെങ്കിൽ ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ. അത് കണക്കിന് അല്ലാതെ റോഡിലൂടെ വരാനാണെങ്കിൽ ഏകദേശം 10 കിലോമീറ്ററോളം റോഡിലൂടെ വരണം. പിന്നെ ഈ സ്ഥലത്തിന് എന്ന് പറഞ്ഞാൽ ഈ കാസർദേവി സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെയാണ് ബിൻസാർ വന്യജീവി സങ്കേതമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ അറൗണ്ട് 30 കിലോമീറ്ററേ ഉള്ളൂ ബിൻസാർ വന്യജീവി സങ്കേതമൊക്കെ. അത് കണക്ക് തന്നെയാണ് കാളിമത്ത് എന്ന് പറയുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാളിമത്ത്. അത് ഇവിടുന്ന് അറൗണ്ട് ഒരു 10-11 കിലോമീറ്റർ ആണ് ഇവിടുന്നുള്ളൂ. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് അതും സ്ഥിതി ചെയ്യുന്നത്, ആ സ്ഥലം എന്നുള്ളത്. പിന്നെ ഉത്തരാഖണ്ഡിലെ
ഒരു വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇവിടെയുള്ള സർക്കാർ വളരെയധികം കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. വളരെയധികം എഫർട്ട് ഇതിനു വേണ്ടിയിട്ട് അവർ എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.